ഒത്തിരി ഒത്തിരി ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്. നീ എന്തിനാ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്, ഈ കാശ് എന്തിനാ മുടക്കുന്നത് എന്നൊക്കെ ഒത്തിരി പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒത്തിരി അവന് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു. അതിൻ്റെ ഫലം ദൈവം ഞങ്ങൾക്ക് തന്നു. എൻ്റെ പേര് ബിന്ദു ബോബി. എൻ്റെ മോൻ്റെ പേര് ആൽബിൻ ബോബി. ഞങ്ങൾ വരുന്നത് അങ്കമാലി എളവൂരിൽ നിന്നാണ്. പിന്നെ എൻ്റെ മോനെ ഇംപ്ലാന്റ് ചെയ്തതാണ്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. എൻ്റെ മോനും അവൻ്റെ പപ്പയും കൂടി പള്ളി കൊന്ത കൂടിക്കൊണ്ടിരിക്കുമ്പം ഇവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പം പടക്കം പൊട്ടിയപ്പം എൻ്റെ മോൻ മാത്രം അവിടെ ശ്രദ്ധിച്ചില്ല, കരഞ്ഞില്ല. ബാക്കി എല്ലാ പിള്ളേരും കരയുന്നു. അപ്പോൾ ചേട്ടൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എടി നമ്മുടെ കൊച്ച് എന്താണെന്ന് അറിയില്ല, കരഞ്ഞില്ല, അവൻ മൈൻഡ് ചെയ്തില്ല. ബാക്കി പിള്ളേരെല്ലാം അത്രയും അടുത്ത് നിന്ന് പടക്കം പൊട്ടിയപ്പോൾ കരഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്ലേറ്റൊക്കെ പുറകെ നിന്ന് കൊട്ടി നോക്കിയപ്പം ഇവൻ ആ കൊട്ട് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ LF ഹോസ്പിറ്റലിൽ വന്നു, വേറെ ടെസ്റ്റ് ചെയ്തു. അപ്പം 95% ഒരു ചെവിക്കും 90% മറ്റേ ചെവിക്കും കേൾവിയില്ല എന്ന് ഞങ്ങൾ അറിഞ്ഞു. ഇവനെയും കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് ആകെ വിഷമമായി. അങ്ങനെ ഞങ്ങളുടെ ഒരു കസിൻ എറണാകുളത്ത് താമസിക്കുന്നുണ്ട്. ആ ചേട്ടനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സർജൻ്റെ നമ്പർ തരാം, നിങ്ങൾ വിളിച്ചിട്ട് ചെല്ല് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സാറിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ആ സാറിനെ കണ്ടു. സാറാണ് മാത്യു സാറിൻ്റെ കാര്യം പറഞ്ഞ് മെഡിക്കൽ ടെസ്റ്റിലേക്ക് ഞങ്ങളെ വിടുന്നത്. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ ടെസ്റ്റിൽ വന്നു. സാറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെ ഇംപ്ലാന്റ് ചെയ്താൽ കൊച്ചിന് കേൾവി കിട്ടും, അവൻ സംസാരിക്കും, സദാ ഒരു കൊച്ചിൻ്റെ പോലെ അവനാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് സാറ് ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസം വന്ന് സ്പീച്ച് തെറാപ്പി ചെയ്യണമെന്നും ഞങ്ങളോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ സർജറി ചെയ്തു. ഇവിടെ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽ ചെയ്യാം എന്ന് മാത്യു സാറ് പറഞ്ഞു. അങ്ങനെ മാത്യു സാറിൻ്റെ ഒരു വലിയൊരു ഇതുകൊണ്ടാണ് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ ചെയ്തു. ആഴ്ച 3 ദിവസം വന്ന് സ്പീച്ച് തെറാപ്പി ചെയ്തു. ആദ്യമേ ഇവനെ തെറാപ്പി ചെയ്തുകൊണ്ടിരുന്നത് ഷാരോണാണ്. കുറച്ച് നേരം ഇവനെ അകത്തിരുത്തും, പിന്നെ അവരുടെ കൂടെ കൊണ്ട് നടക്കും. ഷാരോൺ ഭക്ഷണം വരെ കൊടുത്താണ് അവനെ സ്പീച്ച് തെറാപ്പി ചെയ്ത് അവനെ ഇത്രയാക്കിയത്. ആദ്യമേ അവർ ഇവിടെ സൗണ്ടുകളാണ് കേൾപ്പിക്കുന്നത്. അപ്പോൾ തിരിഞ്ഞു നോക്കണം, നമ്മൾ ആംഗ്യം ഒട്ടും കാണിക്കാതെ വേണം ഇവരെ പഠിപ്പിക്കാൻ. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവനെല്ലാം അറിയാം. പറഞ്ഞു കഴിയുമ്പോൾ അവന് കേട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവൻ എന്ത് ചോദിച്ചാലും അവൻ വർത്താനം പറയും. ആൽബിൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആൽബിന്റെ ടീച്ചറിന്റെ പേരെന്താ? ആൽബിന്റെ അപ്പൻ എവിടെയാ? ആൽബിന്റെ ചേട്ടൻ എവിടെയാ പഠിക്കുന്നത്? ഞങ്ങളുടെ കൊച്ച് ഇപ്പം നല്ല ബെറ്ററാണ്. ഇപ്പം അവൻ 5ലാണ് പഠിക്കണത്. ഇപ്പം അവനെ കഴിഞ്ഞും ക്ലാസ്സിൽ അക്ഷരങ്ങൾ അറിയാത്ത പിള്ളേരും ടേബിള് അറിയാത്ത പിള്ളേരും ഒക്കെ ഉണ്ട്. 1ാം സ്ഥാനത്താണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, എങ്കിലും അവൻ നല്ല ബെറ്ററാണ്. ടീച്ചർമാരൊക്കെ അവനറിയാം, ഞാൻ ടീച്ചർമാർക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ അവനെ കൊണ്ട് നടന്നതും. ആ കഷ്ടപ്പാടിൻ്റെ ഫലം ദൈവം തന്നു.